ആരോഗ്യപരമായും ആത്മീയമായും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് തുളസി. ആയുർവേദത്തിൽ ഇതിനെ സർവ്വരോഗ സംഹാരി എന്ന് വിശേഷിപ്പിക്കുന്നു. ജലദോഷം, ചുമ, പനി എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഇത് നല്ലതാണ്. ശരീരത്തിലെ വിഷാംശം അകറ്റി കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ശ്വാസശുദ്ധീകരണത്തിനും തുളസിയില നീര് നല്ലതാണ്. ദഹനക്കേട്, വയറിലെ ഗ്യാസ് എന്നിവ അകറ്റാനും വയറിന് നല്ല സുഖം നൽകുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ തുളസിയെ കണക്കാക്കുന്നു. പൂജകർമ്മങ്ങളിലും ക്ഷേത്രങ്ങളിലെ തീർത്ഥത്തിലും തുളസി നിർബന്ധമാണ്. ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പവിത്രമായ സത്യവും ലക്ഷ്മി ദേവിയുടെ അവതാരവുമാണ് തുളസി. ഇതിനൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതായത് അസുരനായ ശംഖചൂഡൻ്റെ ജലന്ധരൻ്റെ ഭാര്യയായിരുന്നു വൃന്ദ. മഹാവിഷ്ണുവിൻ്റെ കടുത്ത ഭക്തയും പതിവ്രതയുമായിരുന്ന അവർ. വൃന്ദയുടെ പാതിവ്രത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് ശംഖചൂഡനെ ആർക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. ലോകരക്ഷയ്ക്കായി ഭഗവാൻ വിഷ്ണു ശംഖചൂഡൻ്റെ വേഷത്തിലെത്തി വൃന്ദയുടെ പാതിവ്രത്യം ഭംഗമാക്കി. തുടർന്ന് ശിവൻ ശംഖചൂഡനെ വധിച്ചു. ഭഗവാനാണ് തന്നെ വഞ്ചിച്ചതെന്ന് മനസ്സിലായ വൃന്ദ വിഷ്ണുവിനെ ശിലയായി മാറട്ടെ എന്ന് ശപിച്ചു. ഭഗവാൻ ആ ശാപം സ്വീകരിച്ച് ശാലിഗ്രാമമായി മാറി. തുടർന്ന് ദുഃഖിതയായ വൃന്ദ തപസ്സനുഷ്ഠിക്കുകയും പിന്നീട് സമുദ്രത്തിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. വൃന്ദയുടെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ അവളുടെ ഭസ്മത്തിൽ നിന്നും ഒരു ചെടി ഉണ്ടാകുമെന്നും താൻ എപ്പോഴും ആ ചെടിയെ പൂജിക്കുമെന്നും അനുഗ്രഹിച്ചു. ആ ചെടിയാണ് തുളസി എന്ന പേരിൽ അറിയപ്പെടുന്നത്.